നിബിതങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തികളെ പാത്രത്തിൽ ഭക്ഷണം വെച്ചു കൊടുത്തിട്ടേ വിശന്ന് ദിവസങ്ങളായി തിന്നാത്ത ആളുകൾക്ക് മന്തിയൊന്നും വേണ്ടി വരില്ല, സാധാ ചോറ് വെച്ചു കൊടുത്താൽ മതിയാവും. അവര് ആർത്തിയോടെ തിന്നും, ഇല്ലേ? അതുപോലെ നിങ്ങളുടെ മേൽ അഡ്രസ്സുള്ളവനും അല്ലാത്തവനും മുഴുവൻ നിങ്ങളുടെ മേൽ കൈവെക്കും ഈ ഉമ്മത്തിനെ. അപ്പൊ അവര് ചോദിച്ചു, നബി ഞങ്ങൾ വളരെ ന്യൂനപക്ഷമായത് കൊണ്ടാണോ അങ്ങനെ അവര് ചെയ്യുക? അല്ലല്ല, വലാകിന്നകും കസീർ, നിങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എന്താ കുഴപ്പമെന്നറിയോ? വെള്ളം ഇങ്ങനെ ഒലിക്കുമ്പോ ഈ റോഡ് സൈഡിലെ വേസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോവില്ലേ, ആ ഒഴുക്കിൽ നിങ്ങൾ ഇങ്ങനെ പോവാണ് എന്നല്ലാതെ നിങ്ങളല്ല. ഉത്തരേന്ത്യയിൽ എവിടെയോ മഞ്ഞക്കല്യാണം, എന്നാ നമ്മളത് മഞ്ഞാക്ക, നമുക്കും തുടങ്ങാൻ, കാഞ്ഞങ്ങാട്ടും തുടങ്ങാം. അവിടെ നീലക്കല്യാണം തുടങ്ങിയോലോ, എന്നാ നമുക്ക് അതാക്ക. അവിടെ ഇങ്ങനെയാണോലോ പരിപാടി, എന്നാ നമ്മൾ അത് ചെയ്യാ. ഇങ്ങനെ റോഡിലൂടെ ഒഴുകുന്ന ചണ്ടികളോടൊപ്പം നിങ്ങൾ ഒഴുകുക. നിങ്ങൾ ഒരുപാടുണ്ട്, ഇതൊക്കെ ഒഴുകുകയാണ്. ആ നേരത്തെ ഇവര് നിങ്ങളെ കൈവെക്കും, അവര് നിങ്ങളെ കാർന്നു തിന്നും. എങ്ങനെയെന്നറിയോ? ഭക്ഷണത്തളികയിലേക്ക് അവർ വിശന്നവർ കൈനീട്ടുന്ന പോലെ. എന്തൊരു മനോഹരമായ സിമിലിയാണത്. ആ ഒരു ഉദാഹരണം നോക്കിയതിന്റെ ഇപ്പൊ അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു യതീമിനെ പോലെ ഇങ്ങനെ നിൽക്ക, ഒരാടുംകുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്, കടിച്ചു പിടിച്ചിരിക്കുകയാണ്, ഒരുത്തൻ നെഞ്ചത്ത് കടിച്ചു തൂങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാധു ആടുംകുട്ടി എന്ത് ചെയ്യാനാ? നിങ്ങൾ ഇങ്ങനെ മോഡലിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കോളൂ. നിങ്ങൾ ഇങ്ങനെ ഓരോരോ സംസ്കാരങ്ങൾ, ഇസ്ലാമിന് അന്യമായത്, പാടില്ലാത്തത്, നിങ്ങളിങ്ങനെ കാശ് തകർത്ത് കുളിച്ച് ആർമാദിച്ച് നിങ്ങൾ നടന്നോളൂ, നിങ്ങളൊക്കെ ഇവര് പിടിക്കും. ഈ ഒരു ഒറ്റപ്പെട്ട ആട്ടിൻകുട്ടിയെ ചെന്നായകൾ കാർന്നു തിന്നുന്ന പോലെ നിങ്ങളെ പിടിച്ചവർ തിന്നും നബി തങ്ങൾ പറഞ്ഞു. എന്നിട്ട് തങ്ങൾ നിർത്തിയില്ല. നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള പേടിയൊക്കെ അന്നെടുത്ത് കളയും. നിങ്ങൾ ഒരു പുല്ല് വില തോന്നൂല അവർക്ക്. നിങ്ങൾ കുറെ പൈസ കൊണ്ടേ കൊടുക്കണ്ടാവും, അവർക്ക് കുറെ സോപ്പിടുന്നുണ്ടാവും, ഒന്നും അവർക്ക് ആ നേരത്ത് ഓർമ്മ വരൂല. വെറുപ്പ് വരുമ്പോ നിങ്ങളെക്കുറിച്ചുള്ള പേടി അവരുടെ ഹൃദയത്തിൽ നല്ല എടുത്ത് കളയും. നിങ്ങളുടെ ഹൃദയത്തിൽ വഹ്ന് എന്ന് പറഞ്ഞൊരു അസുഖം ഇട്ടരുത്. അത് ഹാർട്ട് അറ്റാക്ക് അല്ല. എന്താ വഹ്ന് എന്ന് പറഞ്ഞാൽ? ഹുബ്ബുദ്ദുന്യ, നമുക്ക് പൈസ വേണം, അധികാരം വേണം, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു ഫോൺ വിളിച്ചാൽ നടക്കണം, നമ്മൾക്ക് ചില ആളുകൾ വേണം, ഉത്തരവാദപ്പെട്ട ആളുകൾ മേലെ വേണം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിക്കണം. ഇത് മാത്രമേ നിങ്ങളുടെ ചിന്തയിൽ വരൂ. വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ നിങ്ങൾ ഒരിക്കലും റെഡിയല്ല. അതിനൊരുങ്ങണ്ടേ? നിങ്ങൾ ഒരുങ്ങിയിട്ടില്ല. അങ്ങനത്തെ ഒരു കാലമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ഹദീസിന്റെ പുലർച്ചയാണ്.